ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിലെ നരസിമുക്ക് എന്ന് പറഞ്ഞ പ്രദേശത്തേക്കാണ്. ഒരു ചെറിയ കല്യാണം, കല്യാണ വർക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഉള്ള ഏരിയ ആണ്. അതായത് മേലെ തവണ ഉള്ളിലേക്ക് പോകുമ്പോൾ അട്ടപ്പാടിയുടെ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. അത് ഉള്ളിലേക്ക് പോകുമ്പോൾ കൂടി വരുന്നൊരു സൗന്ദര്യമാണ് അട്ടപ്പാടിക്കുള്ളത്. മോനെ, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ എന്തിനാ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്? അതായത് കൂവാപ്പട്ടി, മറ്റേ ഒരു പാണ്ടി പറഞ്ഞ പോലെ കൂവാപ്പട്ടി ഒരു താനി ഐലാൻഡ് പറഞ്ഞ പോലെ അട്ടപ്പാടിയിൽ ഒരു തനി ഐലൻഡ്. മോനെ, വെൽക്കം ടു അട്ടപ്പാടി. എൻ്റെ അട്ടപ്പാടി ബ്ലോഗിൽ വ്യത്യസ്തമായൊരിടമാണ്, നരസിമുക്കിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു വണ്ടിയുടെ മേളിലാണ്. 407-ൻ്റെ മേളിൽ ഇരുന്നിട്ടാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സാഹസികമായിട്ടുള്ള ഒരു ബ്ലോഗൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പിന്തുണയും നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെനിക്ക് പിന്തുണ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ആരംഭിക്കുകയാണ്. ഇത് ഇപ്പോൾ നരസിമുക്ക് താവളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പുകളാൽ നിറഞ്ഞ, വാഴത്തോട്ടങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ഡോക്ടറെ? ഈ ഏരിയയുടെ പേരെന്താ? പരപ്പന്തറയാണ്. അതൊരു ഇങ്ങനെ പരന്നിരിക്കുന്ന തറയായതുകൊണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ ഇതിന് പരപ്പന്തറ എന്നാണ് വിളിക്കുന്നത്. മോനെ, ഇതെന്താ മൾബറി തോട്ടല്ലേ ഇത്? മൾബറി തോട്ടം. ഇവിടെയൊക്കെ മൾബറി കൃഷി തുടങ്ങിയിരിക്കുന്നു ഇവിടെ. അടിപൊളി. പണ്ടൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ. ഈ സൈഡിൽ വാഴയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നമ്മളിതിൻ്റെ തമിഴ്നാടിൻ്റെ ഉള്ളിൽ കൂടെയാണോ പോയിക്കൊണ്ടിരിക്കണേ എന്നുള്ളത്. കാരണം ചെറിയ മിനി തമിഴ്നാട് ലുക്കുണ്ട്. പക്ഷേ ഇത് തമിഴ്നാടല്ല, കേരളമാണ്. ഇത് കേരളമാണ്, കേരളം. ഇത് കേരളം തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നില്ലെങ്കിൽ ഉള്ളത് ട്രൈബൽസോ അല്ലെങ്കിൽ തമിഴന്മാരുമാണ്, സെറ്റിൽഡ് തമിഴന്മാരാണുള്ളത്. പക്ഷേ ഈ ട്രൈബൽസ് എന്ന് പറഞ്ഞാലോ അവരുടെ കൾച്ചറൊക്കെ തമിഴ് കൾച്ചർ പോലെ തന്നെയാണ്. ഇതുണ്ടാ, അവരുടെ കൃഷി അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒക്കെ തമിഴ് കൾച്ചറിനോട് ചേർന്നിട്ടുള്ള ഒരു ജീവിത ഇതാണ് അവർക്കുള്ളത്, ഇവിടുത്തെ ട്രൈബൽസിനാണെങ്കിൽ പോലും. ഓക്കെ, റോഡുകളൊക്കെ അടിപൊളിയാണ്. ഇത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിൽ നിർമ്മിച്ച റോഡാണ്. അതൊക്കെ കണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത്തിരി കുറച്ച് നന്നായിരിക്കുന്നത്. പഞ്ചായത്ത് റോഡുകളും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബാബുചേട്ടൻ CP ബാബുചേട്ടൻ പ്രസിഡന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ തലമേൽ വന്നതിന് ശേഷം നിർമ്മിച്ച റോഡുകളൊന്നും കുഴപ്പമില്ല. മുമ്പത്തെ റോഡുകളൊക്കെ കണക്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ നിർമ്മാണം കുറച്ച് നന്നായിട്ട് നിർമ്മിക്കുന്നുണ്ട് പുള്ളിയുടെ തലപ്പത്ത് വന്നതിന് ശേഷം ആണ് പ്രദേശം നരസിമുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പരപ്പന്തറ. ഇങ്ങനെ ഭവാനി കണ്ടോ എത്ര ശാന്തമായിട്ടാണ് ഒഴുകുന്നത് എന്നുള്ളത്. ഭവാനി ശാന്തമായി ഒഴുകുന്നുണ്ട്. ഭവാനിയുടെ ശാന്തതയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പച്ചപ്പ് മൂടിയ ഒരു പ്രദേശം, അതാണ് ഈ പരപ്പന്തറയും നരസിമുക്കും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ആ റൂട്ടിലേക്ക് ശാന്തമായാണ് ഭവാനി ഒഴുകുന്നതെന്ന്. കുറച്ച് സാഹസിക യാത്രയാണ് കേട്ടോ. അതിനുള്ള പിന്തുണ വേണം കേട്ടോ. അത്രയ്ക്ക് അയ്യോ, എന്തിനാ മക്കളെ സ്വർഗത്തിലേക്ക് പോകുന്നത്? ശരിക്കും സ്വർഗം ഇതല്ലേ? ആണോ? അയ്യോ തട്ടിയനെ. വാഷി
ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ആ വീട്ടിൽ നമ്മൾ മന്ത്രിടാൻ പോയിട്ടുണ്ട് അല്ലേ? മക്കളെ, എന്തിനാ നിങ്ങൾ കാശ്മീരൊക്കെ പോണത്? ഈ വഴിക്ക് വാ മക്കളെ. എന്തിനാ മക്കളെ നോർത്ത് ഈസ്റ്റ് പോണത്? ഇവിടേക്ക് വാ മക്കളെ. നിങ്ങൾക്ക് കാണാം, ഭൂമിയുടെ സൗന്ദര്യം കാണണോ? അട്ടപ്പാടിക്ക് വരൂ. വെൽക്കം. ഇത് താഴെ പരപ്പന്തറ വന്നു. താഴെ പരപ്പന്തറ അംഗനവാടിയൊക്കെയാണ്. കപ്പയ്ക്ക് വേർന്ന് ഇറങ്ങുന്നതാ. അയ്യോ, വാഷിംഗ്. അയ്യോ, വാഷിംഗ് മടി ഉള്ളവരെ. അത് പുളിയല്ലേ? പുളി. അയ്യോ, വാഷിംഗ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ കവണമലയിൽ നിന്നൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതിട്ടുണ്ട് കേട്ടോ. നമ്മളെ കള്ളമലയിലൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വാഴത്തോട്ടമൊക്കെ ലീസിനെടുത്തിട്ടുണ്ട്. സ്ഥലമൊക്കെ 2-3 ഏക്കറൊക്കെ ഇവിടെ ലീസിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഈ ഏരിയ. ഇവിടെ മാന്തോട്ടം ഒരുപാട്, മാങ്ങയൊക്കെ ഒരുപാട്. അതായത് ഈ മാവൊക്കെ ഇവിടെ ഒരുപാട് നട്ടു വെച്ചിട്ടുണ്ട്. മാവ്, ചെറിയ ബെഡ് തെങ്ങൊക്കെ. കാരണം നല്ല ഇതുള്ളതാണ്. ബെഡ് മാവ്, ബെഡ് തെങ്ങൊക്കെയാണ് നട്ടു വെച്ചിരിക്കുന്നത്. കാരണം 3 വർഷത്തിനുള്ളിൽ പ്രോഫിറ്റ് കിട്ടുന്നതാണോ. ബെഡ് കശുമാവാണത്. ഈ ഭാഗത്ത് നല്ല മാമരം നട്ടു വെച്ചിട്ടുണ്ട്. അതായത് മറ്റേ മാവ് നട്ടു വെച്ചിട്ടുണ്ട്. തെങ്ങുണ്ട്. ഇതൊക്കെ ബെഡ് തെങ്ങാണ്. ചെറുതാണ്. ചെറുപ്പത്തിലേ കായ്ക്കുന്ന തരത്തിലുള്ള തെങ്ങുകളാണ് നട്ടു വെച്ചിരിക്കുന്നത്. കാരണം ഒരു 10 വർഷത്തോളം അതിൻ്റെ കിട്ടുള്ളൂ. എന്നാലും നല്ല കരിക്കും ഇതൊക്കെ കിട്ടും. എല്ലാം കണ്ടു ചെറുതാണ്. ഇപ്പോൾ പുല്ല് മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു കൃഷി എന്ന് പറഞ്ഞാൽ പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഉള്ളവർ. കാരണം ചില അട്ടപ്പാടിയിൽ ഇപ്പോൾ അധികമായിട്ട് ഫാമുകൾ വന്നു തുടങ്ങുന്നുണ്ട്. ഫാംസുകൾ അട്ടപ്പാടിയിൽ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ലുകൾ ആവശ്യമുണ്ട്. ഒരു പുല്ല് വിറ്റും കാശാക്കുന്നുണ്ട്. മീൻസ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഈ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ഉള്ളേരിയിലെ കുറേ ഫാമുകളുണ്ട്. അല്ലെങ്കിൽ വീട്ടിലൊക്കെ പശുവിനെ വളർത്തും. അപ്പോൾ അവർക്ക് പുല്ലിന് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ ആ ഒരു കൃഷിയും കൂടി ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. അട്ടപ്പാടിയുടെ ഒരു വ്യത്യസ്തതയാണ് ഈ ഗ്രാമം, ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. അട്ടപ്പാടി ടോട്ടലി വ്യത്യസ്തമാണ്. അതൊക്കെ ഇനി പോകുന്ന വഴികൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തരാം, കാണിക്കാവുന്നതാണ്. മക്കളെ എന്തായാലും പറയുന്ന പോലെ എൻ്റെ പൊന്ന് മക്കളെ, ഇതൊന്നും കാണാതെ നിങ്ങളങ്ങ് പറഞ്ഞോട്ടെ. ദൈവം തന്നേക്ക് വിളിക്കും. ഞാൻ പറയാം, ഈ ജാതി വായ്പൊന്നും കാണാതെ നിങ്ങൾ പറഞ്ഞോട്ടേക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ തന്നേക്ക് വിളിക്കും. എല്ലാ വയറിനാളും അങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ട് വന്നേന്ന് ചോദിക്കും. കാരണം
ഇതൊക്കെ അല്ലേ മക്കളെ, ഇതൊക്കെ തന്നിട്ടില്ലേ ദൈവതമ്പുരാൻ തന്നതാണ്. കണ്ടിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്. നിത്യം ദൈവതമ്പുരാൻ നിങ്ങളെയൊക്കെ തന്നേക്ക് വിളിക്കും. കാരണം ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് പുള്ളി നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണണം. ഈ സൗന്ദര്യം, ഈ ഭൂമിയുടെ സൗന്ദര്യം കാണണം അല്ലേ? ദൈവം നമുക്കായി ഒരുക്കി വെച്ച വിഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കാണണം, ആസ്വദിക്കണം. ഇതൊന്നും ആസ്വദിക്കാതെ അങ്ങോട്ട് ചെന്ന സത്യമായിട്ട് പുള്ളിക്കാരൻ വല്ല തന്തയ്ക്ക് വിളിക്കും. വഷീം ഇതിലാണോ പോണേ? വാ മക്കളെ, എത്തി. നമ്മുടെ സ്പോട്ട് എത്താറായിക്കണു. നമ്മളിവിടെ പന്തലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പന്തൽ ഇവിടെ കല്യാണമാണ്. ഒരു ജസ്റ്റ് ഒരു കാറ്ററിംഗ് വർക്കും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇവിടെ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊരു മൂടൽ കൂടി നിൽക്കുകയാണ്. ആ തണുപ്പൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ഏരിയയിൽ കേട്ടോ. നൈസ് വൈബ്. കണ്ടോ, ഒരു ഫോട്ടോഷൂട്ടിനും റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വൈബുള്ള സ്ഥലമാണിത്. ഇതാണ് ഞങ്ങളിട്ട പന്തലാണ്. ഇവിടെ ചെറിയ കല്യാണ കാറ്ററിംഗ് വർക്ക് കൂടെ ഉണ്ട്. അതിന് വേണ്ടി വന്നതാണ്. ഇത്രയും നേരം ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്ന വണ്ടി നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരാം. സൈഡ്